ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു പാക്കിംഗ് ആൻഡ് ഇപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്കുള്ള ഒരു വ്ളോഗാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ വന്നിട്ട് ഇപ്പോൾ 2 കൊല്ലം ആവാനായി. അപ്പോൾ തൊട്ട് ഞങ്ങൾ താമസിക്കുന്ന ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റാണ് ഇത്. അപ്പോൾ വന്നിട്ട് ഇത് ആദ്യമായിട്ടാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എത്രയാണ് ഇതിൻ്റെ കാഠിന്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. ഓഗസ്റ്റ് 1 നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറുന്നത്. അതുകൊണ്ട് നമ്മൾ 2 ആഴ്ച മുന്നേ തന്നെ ആവശ്യം ഇല്ലാത്ത ഡ്രസ്സൊക്കെ, യൂസ് ചെയ്യാത്ത ഡ്രസ്സൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ പെട്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ഡ്രസ്സ് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴും ഇവിടെ നിന്ന് എടുക്കുന്നതും ഒക്കെ ആയിട്ട്, ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ വിൻ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ജാക്കറ്റൊക്കെ നമ്മൾ പെട്ടിയിലാക്കിയാണ് വെച്ചിരുന്നത്. ഇവിടെ നമുക്ക് അത്ര സ്ഥലമൊന്നുമില്ല എല്ലാം കൂടെ നമുക്ക് ഷെൽഫിൽ വെക്കാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ പെട്ടിയിലിരുന്നതൊക്കെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത്, പിന്നെ ഇപ്പോൾ ഇടുന്നതിൽ നമുക്ക് ഒരാഴ്ചയ്ക്ക് അത്യാവശ്യം വേണ്ട ഡ്രസ്സുകൾ മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ എടുത്ത് വെക്കുക. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു അജണ്ട എന്ന് പറയുന്നത്. ഇന്നെങ്കിലും നമ്മൾ പാക്ക് ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് പോകുമ്പോഴേക്കും പറ്റുള്ളൂ. ഇപ്പോൾ കാണുന്നത് നമ്മൾ മാറുന്നതിൻ്റെ തലേ ദിവസം രാത്രിയുള്ള ക്ലീനിങ് ആണ്. അവസാനമായിട്ട് ക്ലീൻ ചെയ്യുക, കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് വെക്കുക, വേസ്റ്റ് കളയുക, ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. എനിക്കാണെങ്കിൽ ഡസ്റ്റ് അലർജി ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് പൊടി അടിച്ച് എനിക്ക് അപ്പം തുമ്മൽ വരും. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം മാസ്കൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത്. വന്നപ്പോൾ തൊട്ട് ഞാൻ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് എനിക്ക് പോകുന്നതിൽ ചെറിയൊരു വിഷമമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഞാൻ വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ കുറച്ചും കൂടെ അടുത്തേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് രാവിലെ പോയി വരാനൊക്കെ കുറച്ചുകൂടി ഈസിയാവും. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ മാറാമെന്ന് വിചാരിച്ചത്. കണ്ടോ, ഇപ്പോൾ 1:28 അതായത് ഇന്നാണ് നമ്മൾ മാറുന്നത് ശരിക്കും. അപ്പോൾ ഇപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് വിചാരിച്ച പ്ലാനൊന്നും നടക്കില്ല. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഒരൊറ്റ മുറിയാണുള്ളത്. അതിൽ തന്നെയാണ് നമ്മൾക്ക് കിടക്കുന്നതും പിന്നെ കിച്ചണും ഒക്കെ നമുക്കൊരു ചെറിയൊരു റൂമിലാണ്. പിന്നെ ബാത്റൂമും ഉണ്ട് സെപ്പറേറ്റ്. അങ്ങനെ നമ്മൾ ഒരു 2-2:30 ആയപ്പോഴേക്കും അത്യാവശ്യം ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ നാളെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, നമുക്ക് കൊണ്ടുവന്ന് വെക്കാനൊക്കെ ആയിട്ട്. എന്തായാലും അത്യാവശ്യം ക്ലീൻ ആക്കിയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു സമാധാനമുണ്ട് നാളത്തെ കാര്യമൊക്കെ ആലോചിച്ചിട്ട്. നമ്മളൊരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഒരു വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എസ്ബാനൊക്കെ കയറി ട്രാവൽ ചെയ്ത് കൊണ്ടുവന്ന് വയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത് കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് എല്ലാ സാധനങ്ങളും പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകണം. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയതുകൊണ്ട് ഞാൻ ഷൂ ഇടാൻ പോലും ഓർത്തില്ല. അതാണ് സത്യം. എൻ്റെ മുഖമൊക്കെ ഇരിക്കുന്നുണ്ടില്ലേ, ഒരു മാതിരിയാണ്. എന്തായാലും ഇന്ന് ഒരു 2 ദിവസം കൂടെ ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം സെറ്റിലാവും. അപ്പോഴേക്കും നമ്മൾക്ക് എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ പോവുകയാണ് പുതിയ നമ്മുടെ വീട്ടിലേക്ക്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പറയാൻ 2 മുട്ടയും ഒരു കാപ്പിയും കുടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഇനിയിപ്പോൾ എന്തായാലും അവിടെ കൊണ്ടുവന്ന് നമുക്ക് വെച്ചിട്ട്, പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ അറേഞ്ച് ചെയ്യണം. എന്തായാലും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ വന്നപ്പോൾ തന്നെ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. പുതിയ പാത്രമൊന്നുമല്ല, നമുക്ക് പഴയ പാത്രം കൊണ്ട് പാൽ തിളപ്പിക്കാം. നമ്മുടെ മെയിൻ ചായ ഉണ്ടാക്കുന്ന ആളാണ് അതിലേട്ടൻ. ഇപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മളെല്ലാം ഇവിടെയൊക്കെ സെറ്റാക്കും. ഇങ്ങനെയാണ് ഇപ്പോൾ കോലം. രാവിലെ എഴുന്നേറ്റു, പല്ല് തേച്ചു, 2 മുട്ട കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്ക് പിന്നെ ഫുഡ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ KFCയിൽ കയറിയിട്ട് കുറച്ച് ഫുഡ് കഴിച്ചു. അത് മാത്രമേ ഞങ്ങളിന്ന് കഴിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ ചായയും കൂടെ കുടിച്ച് ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം, പിന്നെ ചായ കുടിക്കണം. 7:00 നമ്മൾ സ്പൈഡർമാനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സെറ്റായിട്ട് സിനിമയ്ക്ക് പോകണം. നാളെ നമ്മുടെ പഴയ വീട്ടിൽ
കുറച്ചും കൂടെ ക്ലീനിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ സെറ്റാക്കാനുണ്ട്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ സെറ്റിലാവും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.